ലാറ്റിൻ ബിഷപ്പ് പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ പാർട്ടികളെ അങ്ങനെ സമുദായ വിഭാഗങ്ങൾ മതങ്ങൾ ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മലയാളം മാസം 1-ാം തീയതി ഗുരുവായൂർ പോയിരുന്ന കരുണാകരനെ നമ്മൾ ആരെങ്കിലും ഹിന്ദു ആയിട്ടാണോ കണ്ടിട്ടുള്ളത്? EMS ആരെങ്കിലും നമ്പൂരി ആയിട്ടാണോ കണ്ടത്? അങ്ങനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. രാഷ്ട്രീയത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്കെടുത്തൊരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാണല്ലോ, ഇവരൊക്കെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ ഒരു മഹായോഗിമാരുടെ ആ ഒരു കുപ്പായം ഉണ്ടല്ലോ, അതൊക്കെ അഴിഞ്ഞങ്ങോട്ട് വീഴും. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സംവരണത്തിന്റെ ഘട്ടമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ ആലോചിക്കും, ഒരു മന്ത്രി ഉണ്ടാവുള്ളൂ ഏത് കാലത്തും. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, ഈ പാർട്ടികളൊക്കെ ഇപ്പൊ വലിയൊരു വിഷമവൃത്തത്തിലാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടികള് അവരുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ, ഭാരവാഹികളെയൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് ബിഷപ്പ് ഹൗസിൽ നിന്നും അല്ലെങ്കിൽ NSSന്റെ ആസ്ഥാനത്തു നിന്നും SNDPയുടെ ആസ്ഥാനത്തു നിന്നും ഒക്കെ കുറിപ്പ് വാങ്ങിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. എന്താ പറയാനുള്ളത്? അല്ല, ഇന്നിപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് ലത്തീൻ കത്തോലിക്ക സഭയുടെ കണ്ണൂർ ആ ഭാഗത്തുള്ള അധ്യക്ഷൻ പറഞ്ഞത് സഭയ്ക്ക് വേണ്ടത്ര പരിഗണന KPCC പുനഃസംഘടനയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ വല്ലാത്ത ചിരിയാണ് വന്നത്. ഈ പ്രതിസന്ധി പലപ്പോഴും കോൺഗ്രസും UDF ആണ് അഭിമുഖീകരിക്കാറുള്ളത്. മന്ത്രിസഭയിൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല, ഇങ്ങനെയുള്ള കുറേ ആക്ഷേപങ്ങൾ സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. താക്കോൽ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സുകുമാരൻ നായർ പറയും, നമ്മൾ കേട്ടു. ഇതേപോലെ തന്നെ ഒരിക്കൽ VS മുഖ്യമന്ത്രി ആവണം, ഒരു ഈഴവ മുഖ്യമന്ത്രി വരണമെന്ന് പറഞ്ഞപ്പോൾ VS വെള്ളാപ്പള്ളിയുടെ കാരണം തടിച്ച പോലെ തന്നെ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി ആയാലും ഈഴവ മുഖ്യമന്ത്രി അല്ല, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞു. UDFന്റെ മന്ത്രിസഭ വരുമ്പോൾ പലപ്പോഴും സമുദായ പ്രാതിനിധ്യം വല്ലാതെ ശ്രദ്ധിക്കും. KPCC പുനഃസംഘടനയിൽ വരെ ശ്രദ്ധിക്കുന്നതാണ് സമുദായ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ട്. ഈഴവർക്കിത്ര, നായർക്കിത്ര, മുസ്ലിമിനിത്ര, ക്രിസ്ത്യനിത്ര, ഈ ഇക്വേഷൻ എല്ലാം പാലിക്കും. സാമുദായിക സന്തുലനാവസ്ഥ പാലിക്കും. തിരിച്ച് LDFന്റെ മിനിസ്ട്രി വരുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഈ മിനിസ്ട്രിക്കകത്ത് ഏറ്റവും കൂടുതൽ നായർ സമുദായത്തിൽപ്പെട്ടവരാ, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് നിലവിൽ അഹമ്മദ് ദേവർകോവിൽ മാറിക്കഴിഞ്ഞപ്പം പിന്നീട് നിലവിൽ എൻ്റെ ഊഹത്തിൽ 2 മന്ത്രിമാരെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് അബ്ദുറഹിമാനും ഒന്ന് റിയാസും മാത്രം ഉള്ളെന്ന് തോന്നുന്നു. അപ്പുറത്ത് UDF ഭരിക്കുന്ന സമയത്ത് 5 മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും പുറമെ കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം മന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് 6 മന്ത്രിമാർ. ഇവിടെ ആരും ഒരാക്ഷേപവും ഉന്നയിക്കുന്നില്ല സമൂഹത്തിൽ. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന ആകെ സജി ചെറിയാനും വീണയും റോഷി അഗസ്റ്റിനും ഉള്ളെന്ന് തോന്നുന്നത് ഇപ്പം നിലവിലുള്ള മന്ത്രിസഭയ്ക്കകത്ത്. മറ്റേത് UDF മന്ത്രിസഭയ്ക്കകത്തെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ ഒത്തിരി മന്ത്രിമാർ, എല്ലാം ജോസഫ്, ജേക്കബ്, മാണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേര്. അതിന് പുറമെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള 1-2 പേര് വരും. ഈ ഒരു സാധനത്തിനകത്ത് ഈ സമുദായവും മതവും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. തിരിച്ച് സഭകളോട് തിരിച്ചെന്ന പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങൾ അച്ഛന്മാരെ തീരുമാനിക്കുമ്പോൾ CPMന് ഇത്ര അച്ഛന്മാർ, CPIയുടെ പ്രതിനിധിയായിട്ട് ഇത്ര അച്ഛന്മാർ, കോൺഗ്രസിൻ്റെ അടുത്ത് ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് ലീഗിൻ്റെ അടുത്തുനിന്നും വേണമെങ്കിൽ ലിസ്റ്റ് മേടിച്ചോ, അതിനകത്ത് എന്തെങ്കിലും ക്രിസ്ത്യാനി പെട്ടിട്ടുണ്ടെങ്കിലോ എല്ലാ പാർട്ടിക്കാരടുത്തും BJPയുടെ ലിസ്റ്റ് മേടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് എല്ലാവർക്കും വീതിച്ച് ഇത്ര ഡീക്കന്മാരെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, അച്ഛന്മാരെ കൊണ്ടുവരുമ്പോൾ ഇത്ര അച്ഛന്മാർ ഇന്ന പാർട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ആകമാനമുള്ള ഇടവകകൾക്കകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള അച്ഛന്മാരെ കൊണ്ടുവന്നിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പം യൂലിയോസ് ബിഷപ്പ് ഓർത്തഡോക്സ് സഭയുടെ പുള്ളിനെ കുറച്ചുകൂടെ മാന്യമായിട്ട്, അങ്ങനെ ഒരു വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചില്ല, ഇങ്ങനെ ഞങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടില്ലെന്ന്. ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും ഒക്കെ ഞങ്ങളുടെ പിള്ളേരാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് പുള്ളി ഒരു പരിധി വിട്ട വാക്ക് പറഞ്ഞില്ല. കാരണം അവരുടെ സഭയുടെ ആൾക്കാരാണ്. അനൂപ് ജാക്കോബൈറ്റ് സഭയിൽപ്പെട്ടതാണ്. അങ്ങനെ ഇവരുടെ ഒന്നും മേൽവിലാസം അതല്ലല്ലോ. അനൂപിനെ യാക്കോബക്കാരനായിട്ടാണോ കാണുന്നത്? അഭിനെയും ചാണ്ടി ഉമ്മനെയും ഓർത്തഡോക്സുകാരായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലുമോ നമ്മൾ കത്തോലിക്കനായിട്ടാണോ കാണുന്നത്? അങ്ങനല്ലല്ലോ കാണേണ്ടത്. അങ്ങനെ കാണുന്ന രീതി എന്ന് പറയുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പക്ഷേ അത് എൻജോയ് ചെയ്യുന്ന ആളാണ്. നായർ മേൽവിലാസത്തിൽ NSS മേൽവിലാസത്തിലും അറിയപ്പെടുന്ന ഒരു പുള്ളിക്ക് എന്തോ അതിനകത്തൊരു സുഖം തോന്നി. രാജഭായ്, ഇന്നലെ ഈ പറഞ്ഞ ലാറ്റിൻ ബിഷപ്പ് പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിൻസെന്റ് KPCC ഭാരവാഹി പട്ടികയിലുണ്ട്, ഹൈവി ഈഡൻ KPCCയുടെ ഭാരവാഹി പട്ടികയിലുണ്ട്. ഇവർ രണ്ടുപേരും ലത്തീൻ സമുദായത്തിൽപ്പെട്ടാണ്. ബിഷപ്പിന് അറിയാൻ പാടുണ്ടാവില്ല. ഞാൻ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇടപെടുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളെ അങ്ങനെ സമുദായ വിഭാഗങ്ങൾ മതങ്ങൾ ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടതുള്ളത്. മലയാളം മാസം 1-ാം തീയതി ഗുരുവായൂർ പോയിരുന്ന കരുണാകരനെ നമ്മൾ ആരെങ്കിലും ഹിന്ദു ആയിട്ടാണോ കണ്ടിട്ടുള്ളത്? നായരായിട്ടെന്നുള്ളത് പോട്ടെ, ഹിന്ദു ആയിട്ടാണോ കണ്ടിട്ട്? അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ EMSന് ആരെങ്കിലും നമ്പൂരി ആയിട്ടാണോ കണ്ടേ? അങ്ങനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. രാഷ്ട്രീയത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ്. അടൂർ പ്രകാശ് പലപ്പോഴും ഇത്തരം ഈ ജാതിക്കാർഡ് ചില സ്ഥലത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ചെന്നിത്തലയുടെ കാര്യത്തിൽ ഉള്ളതുപോലെ VD സതീഷിനെ ഇപ്പം എന്തായാലും അയാൾ നായരാന്ന് തോന്നുന്നു അല്ലേ? നായർ മേൽവിലാസമല്ലല്ലോ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് മുരളിക്കോ മേൽവിലാസം അല്ല ഉള്ളത്. മുരളി ഏറ്റവും കൂടുതൽ ചില ആൾക്കാരോട് രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആളും കൂടിയാണ്. അവിടെയല്ല ഇവിടെയല്ല എന്നുള്ള കാര്യമുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരാൾ പിന്നെയും KC ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആർക്കും കുതിര
കയറാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടോ കോൺഗ്രസ്? വഴിയെ പോകുന്നവനെല്ലാം വേണമെങ്കിൽ തെറിയും വിളിക്കാം, പിന്നെ വേണമെങ്കിൽ ഒന്ന് KPCC ഓഫീസിൻ്റെ അതിലൊരു ചവിട്ടും ചവിട്ടിട്ട് പോകാമെന്നുള്ള അവസ്ഥയിലേക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത രീതിയിൽ ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുക. അത് അവരെ വേദിയിലിരുത്തിക്കൊണ്ടത് പറയുക. വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ വേദിയിലിരുത്തി പറഞ്ഞാൽ ആ വേദി തന്നെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. മറുപടി പോലും കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായതാവസ്ഥയിൽ KPCCയുടെ പ്രസിഡന്റ് ഇതും കേട്ടേച്ച് അവളെ ചിരിച്ചു നിന്ന് പിന്നെ ബിഷപ്പിനെ മടങ്ങിയേച്ച് തിരിച്ചു പോരുക. ഈ ബിഷപ്പുമാരുടെ ഈ ആവേശത്തിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ പള്ളുരുത്തിലുണ്ടായ ഹിജാബ് വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. എങ്കിൽ തന്നെയും ഈ സഭയിലെ ഒരു വിഭാഗം ആളുകൾക്ക് BJPയുടെ അടുക്കൽ കൊണ്ടുപോയി ഈ സഭയെ കെട്ടാനായിട്ട് ചെറിയ താല്പര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? സഭകൾക്ക് അതിന് പിന്നിൽ ഒരുപാട് മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ, പിന്നെ സഭാ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നത് കേരളത്തിനകത്തല്ല, പണ്ട് കാലത്തുള്ള ചില ലീസ് എഗ്രിമെന്റിന്റെ ഒക്കെ കാലാവധി കഴിയാൻ പോകുന്നതായിട്ട് അതൊരു വേറെ ടോപ്പിക്കാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, കാരണം ഇന്ത്യയിലെ എല്ലാ കണ്ണായ പ്രദേശങ്ങളിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഭയ്ക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ട്. ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വളരെ തോന്നിവാസം കാണിക്കുന്ന ചില ബിഷപ്പുമാരുമുണ്ട്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായി വലിയ ഇടയന്മാർ എന്ന രീതിയിൽ ബിബ്ലിക്കൽ വേർഡ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ശ്രേഷ്ഠ ഇടയന്മാർ എന്നുള്ള രീതിയിൽ സമൂഹത്തെ നന്നായി നയിക്കുന്ന, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ബിഷപ്പുമാർ, ഒരുപാട് സഭാധ്യക്ഷന്മാരൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അല്ലാത്ത ചിലരും ഉണ്ട്. എറണാകുളത്ത് തന്നെ, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, സിബിക്കറിയാലോ, കച്ചവടത്തിൽ മാത്രം താല്പര്യമുള്ള RC വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. വെറും പള്ളികളുടെയൊക്കെ കീഴിലുള്ള സ്വത്തുക്കളൊക്കെ പുള്ളി പല രീതിയിലുള്ള തരികളെ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാത്തിനകത്തുണ്ട്. ഇപ്പോൾ ഈ വഖഫ് സ്വത്തുക്കൾക്കകത്ത് പോലും, മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് സ്വത്തുക്കൾക്കകത്ത് പോലും വഖഫ് നിയമം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. BJP കൊണ്ടുവന്നത് കാരണം ഈ വഖഫിന്റെ സ്വത്തുക്കൾ എടുത്തിട്ട് ചില ആൾക്കാരായിരുന്നു വെട്ടി വിഴുങ്ങുകയെന്നേ. അതേസമയം സാധാരണ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. പക്ഷെ ആ വഖഫ് നിയമം വരുമ്പം അതിനകത്ത് ഇതറിയാതെ ഈ നേതാക്കന്മാർ അവരുടെ സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുതലെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം സമൂഹത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ശബരിമലയിൽ ഈ വക്കഫിലും അതോടൊപ്പം തന്നെ ഇപ്പൊ ചില പള്ളികളിലും ഒക്കെ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശബരിമലയിൽ നടന്നതിനേക്കാൾ വലിയ തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടാവില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ സ്ഥാപനവൽക്കരണത്തിന്റെ വലിയ കുഴപ്പങ്ങളുണ്ട്. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളെ ആശ്രയിച്ചിട്ടാണെങ്കിലും, ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചാണെങ്കിലും, അതേപോലെ തന്നെ വഖഫ് ബോർഡുകളെ സംബന്ധിച്ചാണെങ്കിലും, പിന്നെ ക്രിസ്ത്യൻ സഭകളുടെ പല ബിഷപ്പ് ഹൗസുകളെ സംബന്ധിച്ചാണെങ്കിലും, അവരുടെ സഭാസ്ഥാപനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും, ഈവൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്ന MES ആയിരുന്നു. MESൽ പോലും ഇപ്പോൾ ചില അലിഗേഷൻസ് ഉയർന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഇത്തരം സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ സ്വത്ത് കുമിഞ്ഞുകൂടുക. ഏത് ക്രൈസ്തവ സഭയുടെ ഏത് ബിഷപ്പാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അഞ്ചിരിക്കുന്നതിനേക്കാൾ വില കൂടിയ കാറിലാണ് അഞ്ചിരിക്കുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ യൂസഫ് അലിയുടെ ഒപ്പം മത്സരിക്കുക അവർ. അല്ല, ഞാൻ പറയട്ടെ, അത് പല മൂല്യന്മാരും അതിനകത്ത് ഇപ്പോൾ AP വിഭാഗത്തിൻ്റെ കാന്തപുരം ആണെങ്കിലും, അല്ലെങ്കിൽ ഖലീബുൽ ഉക്കാരിത്തങ്ങളാണെങ്കിലും, ഈ സംസ്ഥാന നേതാക്കന്മാരാണെങ്കിലും, വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും പണ്ടേ ഭൂസ്വത്തുണ്ടെന്ന് പറയാം. പക്ഷേ SN ട്രസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് നിയമനം നടക്കുമ്പോൾ കിട്ടുന്ന പൈസയുടെ കണക്ക് കറക്റ്റായിട്ട് വോട്ടിംഗ് നടത്താൻ പറ്റുന്നുണ്ടോ സർക്കാരിന്? ഒരു നിയമനത്തിന് എത്രയാണ്? ഇപ്പോൾ കോളേജ് അധ്യാപകനൊക്കെ ഒന്ന് 1 CR അടുത്തെത്തി കാണും ഇപ്പം. പിന്നെ അപ്പോയിൻമെന്റിന് തലവരി പണം മേടിക്കുന്നത്. അതായത് ഇല്ല രാജൻ, അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതായത് രൂപതകളുടെ കീഴിലല്ലാതെ ചില കോൺഗ്രിഗേഷനുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില വലിയ വമ്പൻ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പണ്ട് ഞാനൊരു ഡാറ്റ സ്റ്റഡി നടത്തിയതാണ്. ഇത് പലപ്പോഴും ഈ കോൺഗ്രിഗേഷനുകളൊക്കെ വിദേശത്ത് പറയുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സ്പോൺസറെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാഭ്യാസം താരതമ്യേന കുറവുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം പണിയുന്നതിന് എന്നുള്ള പേരിൽ തന്നെയാണ് ഇവരൊക്കെ ഈ ഒരു പിരിവ് വിദേശത്ത് നടത്തി ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവന്നതിന് ശേഷം എന്തിനു വേണ്ട പോയി വിനിയോഗിക്കുന്നത്? 5 സ്റ്റാർ സ്കൂളുകൾ കെട്ടിപ്പോക്കാൻ വേണ്ടിയാണ്. ഈ 5 സ്റ്റാർ സ്കൂളുകളിൽ ഇവിടുത്തെ ദാരിദ്ര്യം പിടിച്ച ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നില്ല. അവിടുത്തെ ഫീസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യ വിദ്യാഭ്യാസം നൽകാം എന്നുള്ള പേരിലാണ് പല ആളുകളും, വലിയ വിശുദ്ധരായിട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിലൊക്കെ നിൽക്കുന്ന പല ആളുകളും, അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പൈസ വിദേശത്തു നിന്നും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടുത്തെ ദാരിദ്ര്യന്മാരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തുകൊള്ളാം, അവരെയൊക്കെ വിദ്യാഭ്യാസ ബോധവാന്മാരാക്കിക്കൊള്ളാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്കെടുത്തൊരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാണല്ലോ, ഇവരൊക്കെ ഇപ്പം ഇട്ടിരിക്കുന്ന ആ ഒരു മഹായോഗിമാരുടെ ആ ഒരു കുപ്പായം ഉണ്ടല്ലോ, അതൊക്കെ അഴിഞ്ഞങ്ങോട്ട് വീഴും. അല്ല, ഇനി അത് സംശയമില്ല. ഹൈന്ദവ നേതാക്കന്മാർക്ക് ഇതിനകത്ത് കുറച്ച് പരിമിതിയുണ്ട്. അവർക്ക് അങ്ങനെ വേറെ എവിടെയും പോയിട്ട്, പിന്നെ നേപ്പാളിൽ പോയിട്ടൊന്നും പിരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള സോഴ്സുകൾ വളരെ കുറവാണ്. പിന്നെ ഉള്ളത് വലിയ ബിസിനസ് ആളുകൾക്ക് അത് പിന്നെ വേറെ ലെവലിലാണ് അതിന്റെ പോക്ക്. ഇപ്പൊ KP യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ച് ആലോചിച്ച് ചോദിക്കുക. KP യോഹന്നാൻ ഇപ്പൊ അടുത്തിടെ മരിച്ചുപോയി.
KPON തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൽക്കഹോളിക് അഡിക്ഷനെതിരായിട്ടുള്ള ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വരുന്നു. അദ്ദേഹം വലിയ ക്യാമ്പയിനറായി മാറുന്നു. അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നു എന്നുള്ള ധാരണയിൽ പുറത്തു നിന്ന് കണ്ടമാനം ഫണ്ടും ഒഴുക്കി പമ്പ് ചെയ്തു. കോടിക്കണക്കിന് ഡോളറാണ് പമ്പ് ചെയ്തത് വിദേശത്ത്. കാരണം ഇയാൾ ഇവിടെ നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രസംഗങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നടത്താൻ തുടങ്ങി. പിന്നെ മദാമയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ കഴിച്ച് ആ രീതിയിലുള്ള അവിടെ വലിയ ആൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. ആ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ഈ ഫെറ നിയമങ്ങൾക്കകത്തും ബാക്കിയുള്ളതിനകത്തൊക്കെയുള്ള പിന്നെ അമെൻമെൻറ്റ്സ് വന്നപ്പം വിദേശത്ത് നിന്ന് അങ്ങനെ സഭകൾക്ക് പണം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അംഗീകൃത സഭയായിട്ട് മാറണം എന്നുള്ള സ്ഥിതി വരുന്നു. അങ്ങനെ ഇയാൾ തന്നെ സഭ ഉണ്ടാക്കുന്നു, ബിലീവേഴ്സ് ചർച്ച്. ഇയാൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ മെത്രാപ്പോലിത്തയാവുന്നു. അതിനകത്തൊരു എക്യുമെനിക്കൽ സഭയിൽ നിന്ന് ആരെങ്കിലും വേറെ ആരെങ്കിലും കൂടി പങ്കാളിത്തം വേണം ഇയാളെ മെത്രാപ്പോലിത്തയാക്കാൻ. അങ്ങനെ ഇയാൾ കാശ് കൊടുത്ത് CSI സഭയിലെ ഒരു ബിഷപ്പിനെ സ്വാധീനിച്ച് അയാളെ കൊണ്ട് ഇയാളെ മെത്രാപ്പോലിത്തയായിട്ട് വാഴ്ത്തുന്നു. അങ്ങനെയുള്ള ചില ചടങ്ങുകളുണ്ട് ഇതിനകത്ത്. അങ്ങനെ വന്നപ്പോൾ ഇതൊരു സ്ട്രക്ചറായി. കോൺഗ്രിഗേഷൻ ഉണ്ടാവുന്നു, പാരിഷുകളുണ്ടാവുന്നു, അവിടെ എല്ലാ അച്ഛന്മാരെ റിക്രൂട്ട് ചെയ്യുന്നൊക്കെ ചെയ്തു. ഇപ്പോൾ ഇതാരാ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കോടികളുടെ സംഭവങ്ങളാണ് നടന്നത്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പൊ സിജോ ബന്ധപ്പെട്ടിലാണെന്ന് തോന്നുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്തു. കാരണം കോടികളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഈ സംവിധാനം മുസ്ലിം സമൂഹത്തിനുമുണ്ട്. മുസ്ലിം സമൂഹത്തിന് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം നോമ്പ് കാലത്ത് തന്നെ അവർ പിന്നെ ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെയുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായി ആ ക്യാമ്പയിൻ നടത്തിയിട്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത് അത് ഇവർ ത്രൂ വരുന്നു. ഇവരെ തോന്നുന്ന പോലെ ചെലവഴിക്കുന്നു. ഇവർക്ക് പുതിയ വണ്ടി വാങ്ങിയിടാനും ഇവർക്ക് ബാക്കിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും കൊട്ടാരം പണിയാനും ഒക്കെ ആയിട്ട് വരുന്നു. അവിടെയൊക്കെയാണ് നമ്മളെ പൊൻകുരിശ് തോമയുടെ പ്രയോഗം പിന്നെ പ്രസക്തമാകുന്നത്. അത് അയ്യപ്പനാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും ശബരിമല ധർമ്മശാസ്താവിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ മുടിപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഭയങ്കര ആഡംബരപൂർവമായ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വെക്കുക, വലിയ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഉണ്ടാക്കി വെക്കുക. സാധാരണക്കാർ എത്ര പേര് ഇവർ പഠിപ്പിക്കുന്നു. പണ്ട് കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാരെ ലക്ഷ്യം അങ്ങനെ ആയിരുന്നല്ലോ. പള്ളിയും പള്ളിക്കൂടം എന്ന് പറയുമ്പോൾ അതിനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. അവിടെ ഇത്തരം ചിട്ടവട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നായരും നമ്പൂതിരിയും മാത്രം പണ്ട് വിദ്യാഭ്യാസം കിട്ടിയിരുന്ന സ്ഥാനത്ത് നിന്ന് സാധാരണക്കാരായ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ കൂടി വിദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുകയും അന്നങ്ങനെയാണ്. മതം മാറ്റാനാന്നൊക്കെ പലരും അന്ന് ആരോപിച്ചിരുന്നെങ്കിലും അത് ശരിയായൊരു കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഡിസ്ക്രിമിനേഷനിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് മതം മാറിപ്പോയവരുണ്ട്. പിന്നെ ഉൾപ്പെടെ അതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ കാരണം. അങ്ങനെ അല്ലാതെ നിർബന്ധിതമായൊരു മതപരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലായിരുന്നു അത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് കച്ചവടം, ആത്മീയത ഏറ്റവും വലിയ കച്ചവടമായിട്ട് മാറുക. രാഷ്ട്രീയത്തെക്കാൾ വലിയ ഈ ആത്മീയത നഷ്ടപ്പെട്ട മതങ്ങളും മതസംഘടനകളുമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പ്രത്യയശാസ്ത്രം കൈമോശം വന്ന രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ്. സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ഇവർ അകന്നു പോകുന്നു. ആ അകന്നു പോകുന്നതിൻ്റെ കെടുതികളുടെ ഭാഗമായിട്ടാണ് ഇവർ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്ര സ്ഥാനങ്ങൾ ഓരോ സഭയ്ക്ക് അല്ലെങ്കിൽ ഓരോ സുന്നിക്കിത്ര, മുജാഹിദിന് ഇത്ര, ജമായത്തിന് ഇത്ര, കത്തോലിക്കന് ഇത്ര, പെന്തിക്കോസിന് ഇത്ര, മാർത്തോമയ്ക്ക് ഇത്ര, ഓർത്തഡോക്സിന് ഇത്ര, യാക്കോബിക്ക് ഇത്ര, ലാറ്റിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ് നായർക്ക് ഇത്ര, ഇഴവയ്ക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവരണം വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ പാർട്ടികൾക്കകത്ത് സംവരണം വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ ഘടനയ്ക്കകത്ത് ഇത്ര മൂല്യന്മാർ ഇന്ന പാർട്ടിക്ക്, ഇത്ര സ്വാമിമാർ ഇന്ന പാർട്ടിക്ക്, ഇത്ര അച്ഛന്മാർ ഇന്ന പാർട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചും സംവരണം കൊടുക്കണം എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു സംവരണത്തിൻ്റെ ഘട്ടമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും. മന്ത്രിസഭയിൽ ഉൾപ്പെടെ സ്ത്രീ സംവരണം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുവന്നൊരു സർക്കാർ ഈ 2021 പിണറായി സർക്കാർ 3 മന്ത്രിമാരെ ഒന്നും അല്ലെങ്കിൽ കൊണ്ടുവന്നു. ബിന്ദുവിനെയും വീണയും പുറമെ ചിഞ്ചുറാണിയും കൂടെ കൊണ്ടുവന്നു. കഴിഞ്ഞ മന്ത്രിസഭയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത് 2 മന്ത്രിമാരെ കൊണ്ടുവരുന്നത്. അതുവരെ 57 തൊട്ട് 2016 വരെയുള്ള മന്ത്രിസഭകൾക്കകത്ത് ഒരു വനിതയുള്ളൂ. UDF വന്നാലും LDF വന്നാലും. ദളിത് ഭാഗത്തു നിന്നുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ ആലോചിക്കും, ഒരു മന്ത്രി ഉണ്ടാവുള്ളൂ ഏത് കാലത്തും. ഒരു മന്ത്രി മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ടാമത് മന്ത്രിയില്ല. കാരണം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യാനും പട്ടികജാതി വിഭാഗത്തിലുള്ള മന്ത്രിയെ പിടിച്ചു കൊടുക്കുന്നുള്ളൂ. അയാൾക്ക് വേറെ എന്തെങ്കിലും വകുപ്പും കൂടെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കും ചിലർക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പട്ടികജാതിക്കാരനാണെന്ന് പറയാൻ മടിയുള്ള ചില അനിൽകുമാറിനെ പോലെയുള്ള ആൾക്കാർക്ക് അവർക്ക് യുവജനക്ഷേമവും സാംസ്കാരികവും ഒക്കെ ഒന്ന് കൂട്ടത്തിൽ കൊടുത്തു. അങ്ങനെയുള്ളതേ ഉള്ളൂ. ഏറ്റവും മാന്യമായിട്ട് അതിനകത്ത് വേറെ വകുപ്പ് കൊടുത്തു. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാരിൻ്റെ സമയത്ത് നമ്മുടെ കെ രാധാകൃഷ്ണന് കൊടുത്തു. ഞാൻ പറയട്ടെ, ഇവിടുത്തെ സ്ത്രീകൾക്കും ഇടയിൽ നിന്നും 19-20 മന്ത്രിമാരുണ്ടാകുമ്പോൾ സ്ത്രീകൾക്കിടയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ 5 മന്ത്രിമാർ ഏത് മുന്നണി വന്നാലും വരണമെന്നും പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് ഒരു 2-3 മന്ത്രിമാരെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനെക്കുറിച്ചൊന്നും ഇവരാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലാതെ ഇവരെ ആളുകൾക്ക് ഇവർക്ക് താല്പര്യമുള്ള ചില നേതാക്കന്മാരെ, ചില പ്രിയപ്പെട്ട ചില പെറ്റായിട്ട് നിൽക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. അവരെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വെക്കണമെന്നുള്ള താല്പര്യത്തിനകത്ത് വളരെ വില കുറഞ്ഞ ഒരു പ്രയോഗമാണ് അവിടെ ഈ ലത്തീൻ സഭയുടെ രൂപത അധ്യക്ഷൻ നടത്തിയത്. ആ വില കുറഞ്ഞ പ്രയോഗത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരാനുള്ള ഉത്തരവാദിത്വം
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫിനുണ്ടായിരുന്നു. അത് അദ്ദേഹം പറയാതിരുന്നത്, അദ്ദേഹം സത്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുള്ളൊരു വക്കീലാണ്, ഒക്കെയാണ്. പക്ഷേ 2 പെമ്മക്കളുണ്ട്. സ്ത്രീ വിഷയങ്ങൾ വരുമ്പോൾ, ഈ പീഡന വിഷയങ്ങൾ വരുമ്പം അവിടെയും സെറ്റിൽമെന്റിന് പോകുന്ന, ഒത്തുതീർപ്പിന് പോകുന്ന ഒരാളായിട്ട് മാറുന്നു. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവിടെ മിണ്ടാതിരിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. ഞാൻ പറയുന്നത് ഇത്രയും വക്കീലൊന്നും ആവണ്ട, ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാതിരുന്ന കരുണാകരനെയും VS-നെയും ഒക്കെ പോലെയുള്ള നായനാരെയൊന്നും ഒക്കെ പോലെയുള്ള ഈ LLB ഒന്നും ഇല്ലാതെ, ഡിഗ്രി ഒന്നും ഇല്ലാതിരുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ മാതൃകയാക്കിയിട്ട് വേണം ഇവർക്ക് ഇതിന് പോകാൻ. അല്ലാതെ അവിടെ പോയിട്ട് ഇവന്മാരെ വേദിക്ക് പോയിട്ട് അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ ഏറാമുളികളായിട്ട് തിരിച്ചു വരുന്ന സ്ഥിതി കേരള രാഷ്ട്രീയത്തിന് അപകടകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.